നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മരക്കാർ ഐ നോ ഇപ്പൊ റിലീസിന് മുമ്പ് എത്ര രൂപയാണ് ആ സിനിമ ബിസിനസ് വൈസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ യു വിൽ ബി ഷോക്ക്ഡ്. അധികം പൊക്കിയാൽ ആകാശത്തെത്തും. എന്നാ ഒരു 2 താത്തിക്കോളൂ. എനിക്കറിയാം, പക്ഷെ ഞാൻ ആ പടത്തിന്റെ പ്രൊഡ്യൂസറോ ഒന്നും അല്ലാണ്ട് ഞാനോട് പറയുന്നില്ല. ഇതുപോലെ 2 കൂടി വരുന്നുണ്ട്. അതും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ തന്നെയാണ്. മതി പറയല്ലേ. ഒന്ന് തള്ളി തന്ന അപ്പ സ്റ്റാർട്ടാവും. ഞാൻ തള്ളിത്തരാടോ. വെളിയിൽ എനിക്കറിയില്ല എത്രത്തോളം അതിനെ കുറിച്ച് അറിയാം. ഇറ്റ്സ് എ ബിഗ് ഫിലിം. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ CID? സോറി അളിയ, ഇനി അളിയനെ പ്രതിക്കൂട്ടിലാക്കിയില്ല. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരുപാട് പൊക്കി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടടത്തും വേണ്ടാത്തടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. എന്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെ ഒരു സാന്നിധ്യം വായിച്ചിട്ടില്ല. സമാധാനം. ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. അളിയനിത് നിർത്തിക്കൂടെ? ആഹാ, ഞാനത് നിർത്തിയാൽ ഈ നാട് നന്നാവുമോ? ഇത്തിരി കൂട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവിൽ ഏറ്റവും നല്ല ആള് ലാലേട്ടനാണ്. സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മലയാളി. നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റൂടാ. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. അധികം മൂപ്പിക്കണ്ട. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ബാറോസ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഷൂട്ടിംഗ് നടക്കാതെ പോയിട്ട് ഇപ്പൊ 2ാമത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ആടുജീവിതത്തിന് പോകേണ്ട ഒരു സമയത്താണ് വീണ്ടും തുടങ്ങിയത്. അല്ലെങ്കിൽ അവിടെ ലവ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട്. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? അതിന് നോ ബൗണ്ടറീസ്. ഇതിന് ബഡ്ജറ്റ് ഒന്നുമില്ല. എന്നോട് എപ്പോഴും പറയും ബാറോസിന് ബഡ്ജറ്റ് ഇല്ല. കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. അപ്പൊ പറഞ്ഞെന്താ വെച്ചാലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പോയിക്കോ. ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ? പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ആ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള പ്രതീക്ഷയെ അങ്ങനെ തന്നെ കാത്ത് സംരക്ഷിച്ചിട്ടുള്ള ഒരു സിനിമ. അതാണ് ഞാൻ ബരോഷ്. നീ എന്നെ അങ്ങനെ ഊതല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. മതി. ഇതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ. എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. തകർക്കരുത്. മറ്റേ